ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത് ക്യാൻ്റെ ഉപയോഗമാണ്. അപ്പോൾ രണ്ട് വാചകങ്ങൾ നമ്മൾ കണ്ടു. ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയും. അതിന്റെ ചോദ്യം ക്യാൻ ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയുമോ ചോദ്യം. ഇന്ന് നമ്മൾ കാണുന്നത് നെഗറ്റീവാണ്. എനിക്ക് എഴുതാൻ കഴിയില്ല, എനിക്ക് എഴുതുവാൻ കഴിയില്ല. അതെങ്ങനെയാ പറയുന്നത്? ഐ കനോട്ട് റൈറ്റ്, അല്ലെങ്കിൽ ഈ കനോട്ടിന്റെ ഷോർട്ട് ഫോം ഉണ്ട്, ചെറിയ രൂപം കാണ്ട്. ഐ കാൺ റൈറ്റ്, രണ്ടും പറയാം. ഐ കാൺ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയില്ല. ഐ കനോട്ട് റൈറ്റ്. ഇനി കനോട്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഒരുമിച്ച് എഴുതുവല്ലേ, CANNOT, കനോട്ട്. നമ്മൾ ഷുഡ് പഠിപ്പിച്ചപ്പോൾ ഷുഡ് നോട്ട് രണ്ട് വാക്കുകളായിട്ട് എഴുതുക. ഷുഡ് നോട്ട് രണ്ട് വാക്കുകളാണ്, പക്ഷെ കനോട്ട് നമ്മൾ എപ്പോഴും ഒരുമിച്ച് എഴുതുള്ളൂ. കനോട്ടിന്റെ പ്രത്യേകതയാണ്. കാണ്ട് എന്നുള്ളത് ഇതിന്റെ ഷോർട്ട് ഫോം ആണ്. സോ ഐ കാൺ റൈറ്റ് അല്ലെങ്കിൽ ഐ കനോട്ട് റൈറ്റ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ രണ്ടും പറയാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്, നേരത്തെ കണ്ടതുപോലെ. നമുക്ക് നെഗറ്റീവ് ഒന്ന് കാണാം. ഐ കാൺ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയില്ല. ഐ കനോട്ട് റൈറ്റ്, രണ്ടും പറയാം, എനിക്ക് എഴുതാൻ കഴിയില്ല. ഐ കനോട്ട് സിംഗ്, എനിക്ക് പാടാൻ കഴിയില്ല. ഐ കനോട്ട് ഗോ, എനിക്ക് പോകാൻ കഴിയില്ല, എനിക്ക് പോകാൻ സാധിക്കില്ല, എനിക്ക് പോകാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഈ കാണ്ട് വെച്ച് പറയാം. കനോട്ട്. ഐ കാൺ ഗോ, രണ്ടും പറയാം. ഐ കാൺ ടീച്ച്, എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ഐ കാൺ കം, എനിക്ക് വരാൻ സാധിക്കില്ല. ഐ കാൺ സ്വിം, എനിക്ക് നീന്താൻ കഴിയില്ല. അല്ലേ? ഒരേപോലെ തന്നെയാ. അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ടു, ഇതെല്ലാം ബേസ് ഫോം ആണ് വെർബിന്റെ. ഏത് വെർബ് ഇവിടെ വയ്ക്കാം, ബേസ് ഫോം വയ്ക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ വേറെയും ഫോംസ് ഉണ്ട്, രൂപങ്ങളുണ്ട്. പാസ്റ്റ് ഫോം, പ്രസന്റ് ഫോം, പാർട്ടിസിപ്പിൾ ഫോം, ഇൻഫിനിറ്റീവ് ഫോം. ഈ പേരൊന്നും പഠിക്കണമെന്നില്ല, പക്ഷെ ബേസ് ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഒരു 3 ഫോമും കൂടി നമ്മൾ പിന്നീട് കാണും. അത്രയും അറിഞ്ഞാൽ മതി. വലിയ ഗ്രാമർ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ഭാഷ പഠിക്കാൻ. ഓക്കെ. ഇനി വി. അപ്പൊ നമുക്കറിയാം. വി കാൺ റൈറ്റ്, നമുക്ക് എഴുതാൻ കഴിയില്ല. വി കാൺ സിംഗ്, നമുക്ക് പാടാൻ കഴിയില്ല. വി കാൺ ഗോ, നമുക്ക് പോകാൻ കഴിയില്ല. വി കാൺ ടീച്ച്, നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. വി കാൺഡ് കം, നമുക്ക് വരാൻ കഴിയില്ല, അല്ലെ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, രണ്ടും പറയാം. വി കനോട്ട് സ്വിം ഓർ വി കാൺഡ് സ്വിം, നമുക്ക് നീന്താൻ കഴിയില്ല, ഞങ്ങൾക്ക് നീന്താൻ സാധിക്കില്ല. ഓക്കെ. യുവിന് ധാരാളം അർത്ഥമുണ്ട്. നീ, നിങ്ങൾ, താങ്കൾ, അങ്ങൊക്കെ ഉണ്ട്. ഏതെങ്കിലും വയ്ക്കാം. നിനക്ക് എഴുതാൻ കഴിയില്ല. യു കനോട്ട് റൈറ്റ് ഓർ യു കാൺ റൈറ്റ്. യു കാൺ സിംഗ്, നിനക്ക് പാടാൻ കഴിയില്ല. യു കാൺ ഗോ, നിനക്ക് പോകാൻ കഴിയില്ല. യു കാൺ ടീച്ച്, നിനക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. യു കാൺ കം, നിനക്ക് വരാൻ കഴിയില്ല. യു കാൺ സ്വിം, നിനക്ക് നീന്താൻ കഴിയില്ല. എല്ലാവരെയും പോലെ തന്നെ അല്ലേ? ഇനി ഹി വെച്ച് നോക്കാം. ഹി, അവൻ, അയാൾ, അദ്ദേഹം. പല വാക്കുകൾ നമുക്ക് മലയാളത്തിൽ ഹീക്ക് ഉണ്ട്, ഹി ഇംഗ്ലീഷിൽ ഒരു വാക്കുള്ളൂ, ഹി. അപ്പോ ഹി കാൺഡ് ഓർ ഹി കനോട്ട് റൈറ്റ്, അവന് എഴുതാൻ കഴിയില്ല. ഹി കനോട്ട് സിംഗ്, അവന് പാടാൻ കഴിയില്ല. ഹി കനോട്ട് ഗോ, അവന് പോകാൻ കഴിയില്ല. ഓർ ഹി കാൺഡ് ഗോ, അവന് പോകാൻ കഴിയില്ല. ഹി കാൺ ടീച്ച്, അയാൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ഹി കനോട്ട് ടീച്ച്, അയാൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. രണ്ടും മാറി മാറി ഉപയോഗിക്കാം. ഹി കാൺ കം, അവന് വരാൻ കഴിയില്ല. ഹി കാൺ സ്വിം, അവന് നീന്താൻ കഴിയില്ല. ഷി, അവൾ, അല്ലെ? അവൾ എന്നുള്ളതാണ്. ഷി കാൺ റൈറ്റ്, അവൾക്ക് എഴുതാൻ കഴിയില്ല. ഷി കാൺ സിംഗ്, അവൾക്ക് പാടാൻ കഴിയില്ല. ഷി കാൺ ഗോ, അവൾക്ക് പോകാൻ കഴിയില്ല. ഷി കാൺ ടീച്ച്, അവൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ഷി കാൺഡ് ഓർ ഷി കനോട്ട് കം, അവൾക്ക് വരാൻ കഴിയില്ല. ഷി കാൺ കം ടുഡേ, അവൾക്ക് ഇന്ന് വരാൻ സാധിക്കില്ല. ഷി കാൺ കം ടുഡേ ഓർ ഷി കനോട്ട് കം ടുഡേ. ഓക്കെ. ഷി കാൺ സ്വിം, അവൾക്ക് നീന്താൻ കഴിയില്ല. ഇനി ദേ എന്ന് പറയുമ്പോൾ അവർ, ഇവർ. മലയാളത്തിൽ 2 വാക്കുകളുണ്ട്. ദേ കാൺ റൈറ്റ്, അവർക്ക് എഴുതാൻ കഴിയില്ല. ദേ കാൺ സിംഗ്,
അവർക്ക് പാടാൻ കഴിയില്ല. ദേ കാൻ ഗോ, അവർക്ക് പോകാൻ കഴിയില്ല. ദേ കാൻ ടീച്ച്, അവർക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ദേ കാൻ കം, അവർക്ക് വരാൻ കഴിയില്ല. ദേ കാണ്ട് ഓർ കനോട്ട് സ്വിം, അവർക്ക് നീന്താൻ കഴിയില്ല. വേറെ ഏത് വെർബ് വേണമെങ്കിലും ഇവിടെ വയ്ക്കാം. ദേ കാണ്ട് സിറ്റ്, ദേ കാണ്ട് സ്ലീപ്, ദേ കാണ്ട് ഹിയർ, അല്ല ഒരേപോലെ തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ ഹീയുടെ സ്ഥാനത്ത് ആര് വേണമെങ്കിലും പറയാം. രാജു, രാമു, അങ്ങനെ ഗോപാൽ, അങ്ങനെ ഏത് വേണമെങ്കിലും പറയാം. ഷീയുടെ സ്ഥാനത്ത് ഏത് സ്ത്രീകളുടെ പേരും വേണമെങ്കിലും പറയാം. ദേയുടെ സ്ഥാനത്ത് ആര് വേണമെങ്കിലും പ്ലൂറലായിട്ടുള്ള ഒന്നിൽ കൂടുതലാണ് പ്ലൂറൽ നമുക്കറിയാം. കുട്ടികൾ, അധ്യാപകര്, കുട്ടികൾക്ക് പാടാൻ കഴിയില്ല. ചിൽഡ്രൻ കനോട്ട് സിംഗ്, അധ്യാപകർക്ക് ഇന്ന് പോകാൻ കഴിയില്ല. ടീച്ചേഴ്സ് കനോട്ട് ഗോ, കാൺ ഗോ ടുഡേ, ഇങ്ങനെ പറയാം. ഓക്കെ, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണേ. പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 3 വാചകങ്ങൾ ക്യാൻ്റെ കണ്ടു. എനിക്ക് എഴുതാൻ കഴിയും. റൈറ്റ് ആണ് നമ്മൾ സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഐ ക്യാൻ റൈറ്റ്. അവിടെ ചോദ്യം, എപ്പോഴും ഇംഗ്ലീഷുകാർ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഈ വെർബിന്റെ ആദ്യത്തെ ഭാഗം എടുത്ത് മുമ്പിലിടുന്നു. ക്യാൻ ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയുമോ? ഇന്ന് നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് ഐ കനോട്ട് റൈറ്റ് എന്നും പറയാം, ഐ കാൺ റൈറ്റ് എന്നും പറയാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.